ഇവിടുന്ന് ദാ ഈ ഒരു അൽഫാമിൻ്റെ മുകളിലുള്ള ഈ ഒരു മസാലയും അതുപോലെ തന്നെ ചിക്കനൊക്കെ വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ. ആ ഒരു മന്തി റൈസിൻ്റെ കൂടെ ഒന്നും കൂടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടാ എല്ലാത്തിനും അത് കഴിക്കാൻ നല്ല അടിപൊളിയാട്ടോ. പാഴ്സൽ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ സ്ഥിരം ഇവിടുന്ന് കഴിക്കാനാണ് ഇരുന്ന് കഴിക്കാനാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ഈ വൈബ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി ഫുഡാണ്, നല്ല ടേസ്റ്റാണ്, നല്ല വിശ്വാസമാണ്. പെരി പെരി അൽഫാമാണ് കഴിച്ചുള്ളത്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കലുണ്ട്. സർവീസൊക്കെ പക്ക നൈസാണ്. ഈ ഫുഡ് സ്പോട്ട് നിങ്ങൾ നോക്കി വെച്ചോളിട്ടോ. കാരണേ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നമ്മളിവിടെ വന്നിട്ട് കഴിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇരുന്നിട്ടാണ്. അപ്പോൾ മന്തിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. മന്തി ഇഷ്ടപ്പെടാത്തവർ ആരാ ഉള്ളതല്ലേ. അപ്പോൾ ഇതാ ഫസ്റ്റ് നമുക്കിതാ കുറച്ച് മന്തി റൈസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് നോർമൽ കുഴിമന്തി ആയിട്ട് നമ്മൾ ആദ്യം കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. നോർമൽ കുഴിമന്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ആ ഒരു കുഴിയിൽ കിടന്നിട്ട് ഇങ്ങനെ വന്നിട്ട് സ്ലോ കുക്കായി വന്നിട്ടുള്ള മന്തിയാണല്ലോ. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടില്ല നിങ്ങൾ, അത്രയും സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ പീസാട്ടോ അതിൻ്റെ കൂടെ വരുന്നത്. അത് നമുക്കിതാ ഈ ഒരു മന്തി റൈസിൻ്റെ കൂടെ മയോണൈസും പിന്നെ അതുപോലെ ചട്നിയൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ശരിക്കും നമ്മൾ മലയാളികളാണല്ലേ ഈ ഒരു മന്തിയുടെ കൂടെ ഇങ്ങനെ മയോണൈസൊക്കെ കൂട്ടി കഴിക്കല്. പക്ഷെ വിദേശത്തൊക്കെ ആളുകൾ കൂടുതലും ചട്നി കൂട്ടിയിട്ടല്ലേ കഴിക്കല്. പക്ഷെ നമുക്കതെന്ത് ഈ ഒരു മയോണൈസ് ഇല്ല, അതെന്ത് മന്തി എന്ന് പറഞ്ഞ മാതിരിയാണല്ലേ. പക്ഷെ എന്തായാലും നല്ല അടിപൊളിയാണ്. ഇതെന്താ ഐറ്റം നിങ്ങൾക്ക് മനസ്സിലായോ? പെരി പെരി അൽഫാമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ചില്ലി ഫ്ലേക്സ് തന്നെയാണല്ലേ ഹൈലൈറ്റ്. ആ ഒരു അൽഫാമിൻ്റെ മുകളിൽ ഇങ്ങനെ ആ ഒരു ചില്ലി ഫ്ലേക്സും പിന്നെ അത്യാവശ്യം നല്ല സ്പൈസി ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ സ്പൈസിനെസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര അടിപൊളിയാവും കേട്ടോ. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഇതൊന്നുമല്ല കേട്ടോ, വേറൊരു ഐറ്റം കേട്ടോ ഇതിൽ. പിന്നെ നല്ല ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഹണി ചില്ലി അൽഫാമാണ് പിന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ഇതാണ് ഇതിന് മുകളിലത്തെ ഒരു ഭയങ്കര ഹൈലൈറ്റ് കേട്ടോ. ഈ അൽഫാം ഒരു പീസ് നമുക്ക് എടുത്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു ഹണിയുടെ ആ ചെറിയ മധുരം, പിന്നെ അൽഫാമിൻ്റെ ആ ഒരു എരിവും, പിന്നെ മന്തി റൈസിന് കൂടെ അതിൻ്റെ ഒരു സാലഡും ചട്നിയും മയോണൈസൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ അതൊരു വേറെ വൈബ് തന്നെയാണല്ലേ. അപ്പോൾ ഈ ഒരു ഐറ്റം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയി മാറിയത് ഈ ഒരു ഐറ്റം ഉണ്ട്. ഇതിന് മുകളിലത്തെ ഈ ഒരു മസാല കണ്ടെങ്കിൽ ഇത് പെപ്പർ അൽഫാമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പെപ്പറിൻ്റെ ഒരു ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്നൊന്നും പറയാനുള്ള ഇല്ല കേട്ടോ. പക്ഷേ ഇവിടെ വന്നത് ഈ ഒരു പെപ്പറിൻ്റെ ഈ ഒരു സ്പെഷ്യൽ മസാല ആയിട്ടുള്ള അൽഫാം കഴിച്ചപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഫാനായി മാറിയിട്ട് അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. ഇവരുടെ നോർമൽ അൽഫാം നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളെ റെയ്ദാനത്തെ മന്തിനെ കുറിച്ചിട്ടുണ്ട്. അവിടെ അൽഫാം പീസിന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇവർക്ക് ഇവിടുന്ന് കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ഇവരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫേവറേറ്റ് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു അൽഫാം പീസ് നോർമൽ പീസിൻ്റെ മുകളിലുള്ള ആ ഒരു നോർമൽ മസാലയും പിന്നെ ആ ഒരു മന്തിയുടെ കൂടി ഇങ്ങനെ കഴിച്ചു നോക്കാം. ഈ ഒരു നമ്മൾ പൊതുവേ സ്പൈസിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അൽഫാം പീസ് ആവും കൂടുതലും ഒരു പ്രിഫർ ചെയ്യുന്നുണ്ടാവില്ലേ. ഞാൻ എല്ലാ വീക്കിലുമാണ് ഇതിലൂടെ പാസ് ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഫുഡാണ്. അത്യാവശ്യം നല്ല ഇതിൽ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഇവിടെ പെരി പെരി അതേപോലെ നോർമൽ എല്ലാ ഐറ്റംസുകളും ഉണ്ട്. എനിക്കൊന്നുകൂടി തോന്നിയത് പെരി പെരിയാണ്. അത്യാവശ്യം നല്ല രീതിയാണ്. ഒരു സർവീസും ഉഷാറാണ് നന്നായിട്ട്. ഫുഡ് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇടയ്ക്ക് വന്ന് കഴിക്കാറുള്ളതാണ്. നല്ല ഫുഡാണ്, എല്ലാവരും വരിക. നമ്മളെ ഇൻസ്റ്റഗ്രാമിലുള്ള നമ്മളെ ഫോളോവർ സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അൽ റെയ്ദാൻ്റെ നമ്മളിന്നുള്ളത് എടപ്പാളത്തെ ഔട്ട്ലെറ്റിലാണ്. ഇതുകൂടാതെ മാറഞ്ചേരി ഇവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. കൂടാതെ ചങ്ങരങ്ങളും പുതിയൊരു ഔട്ട്ലെറ്റ് ഇനി ഓപ്പണാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇവിടെ വന്നിട്ട് എന്തായാലും കഴിച്ചിട്ടൊക്കെ ഒന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എടപ്പാൾ പൊന്നാനി ഓൾഡ് ബ്ലോക്കിലാട്ടോ അൽ റെയ്ദാൻ്റെ സ്പോട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഫുഡ് വീഡിയോസിനായി നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വന്നപ്പം ആംബിയൻസിനെക്കാട്ടിലും കൂടുതൽ ഇവർ ഫുഡിനാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ഇവിടെ കഴിച്ചപ്പോഴായിട്ട് മനസ്സിലായത്. അപ്പോൾ നിങ്ങളും ഇവിടെ വന്നിട്ട് കഴിക്കുക. കൂടുതലും ഇവർക്ക് പാർസലും ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പുതിയൊരു ലൊക്കേഷനിൽ കാണുന്നത് വരേക്കും ബൈ.